ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ് നോക്കൂ, നമ്മൾ വീട്ടുതടങ്കൽ എന്ന് പറഞ്ഞാൽ വണ്ടിത്തടങ്കലിലാണ്. നമുക്കിപ്പോൾ പോകാൻ പറ്റത്തില്ല, ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട്. ഈ നാട്ടിലത്തെ 15,000 രൂപ വെച്ച് തന്നുകൊണ്ടിരിക്കുന്നു. അല്ലല്ല, 15,000 ലാറി എന്ന് പറഞ്ഞാൽ വലിയ എമൗണ്ടാണ്. 15,000 ലാറി ഇൻറ്റു 32. അപ്പൊ എത്രയായി? നമ്മുടെ വീഡിയോ കാണുന്ന വിവരമുള്ളവരുണ്ട്, അവർ കണക്കൂട്ടി നമ്മൾ ഗൈസ്, അതായത് 15,000 ഇൻറ്റു 32 അത്ര ലാറിയാണ് നമുക്ക് ഫൈൻ കിട്ടുക. പ്രത്യേകം അവർ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ 6 ദിവസം വെരിഫിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇന്ത്യൻ ലൈസൻസ് വെച്ച് ഇവിടെ ഓടാം. പക്ഷെ അതൊന്ന് വെരിഫിക്കേഷൻ ചെയ്യേണ്ട കേസുകൾ മാത്രമേ ഉള്ളൂ, വേറെ സംഭവങ്ങളും ഈഗോപ്പുറം മൊത്തം എന്നാ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവർ ആ സാധനം പിടിച്ചോണ്ട് പോകേണ്ട, ആ സാധനം അവിടെ വെക്കേണ്ട ഒരാവശ്യവും ഇല്ല അവർക്ക്. അവർ പറഞ്ഞു അവർക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ആ സാധനം ഒരു ദിവസം കൊണ്ട് ക്ലിയർ അടിക്കേണ്ട കാര്യമല്ലേ. ഇപ്പൊ അവർക്ക് എന്നെ സംബന്ധിച്ച് നമ്മുടെ ഇന്ത്യയിലോട്ടോ കേരളത്തോട്ടോ വിളിച്ചു വെച്ചാൽ ഇതൊന്നും കിട്ടാൻ പോകുന്നില്ല അവർക്ക്. അല്ലെങ്കിൽ മറ്റേ ഇവരൊക്കെ വിചാരിക്കും മിനിസ്റ്റർ ലെവലിലുള്ള ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്താൽ കിട്ടുന്നുള്ളൂ. അല്ല, മിനിസ്റ്റർ ലെവലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്താൽ കിട്ടി. ഇപ്പോൾ സാധാ പോലീസുകാർക്കൊന്നും കിട്ടാനും പോകും. വേറൊരു കേസും കൂടി ഞാൻ പറയാം. അതായത് അന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വിടേണ്ട കേസുള്ളൂ. ഒരു ഈഗോ ഇതിന് വേണ്ടിയാണ് ഇപ്പം ഇങ്ങനെ ആക്കിയത്. ഇനിയിപ്പോൾ 6 ദിവസം കഴിഞ്ഞ് നമ്മുടെ ലൈസൻസ് ഇത് ചെയ്യും. എന്നിട്ട് നമ്മുടെ ആ ഫൈനും 500 ലാറി ഫൈനും മാറ്റി തന്നെ നമുക്ക് പോവാം. ഇതിൻ്റെ അപ്പുറമാണെന്ന് പറയുന്നത് ഗൈസ്, ആർക്കെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും പല രാജ്യങ്ങളുണ്ടല്ലോ, നിങ്ങൾ ഈ രാജ്യത്തുള്ളവർ ഏതൊക്കെ രാജ്യത്ത് ഏതെങ്കിലും രീതിയിൽ ഇതുപോലത്തെ പ്രശ്നങ്ങൾ, അതായത് ജോർജിയ പോലുള്ള ഇങ്ങനത്തെ പ്രശ്നങ്ങളുള്ള ഏതെങ്കിലും രാജ്യം ഉണ്ടോ എന്ന് പറയണം. പിന്നെ മോഷണം അതുപോലുള്ള പ്രശ്നങ്ങളുള്ള രാജ്യം ഉണ്ടോ എന്ന് പറയണം. പിന്നെ അതേപോലെ ലൈസൻസിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ പറയണം. പിന്നെ അവിടുത്തെ സംഭവങ്ങൾ ഓരോന്നൊക്കെ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ട് അത് പറഞ്ഞു തരണം. വളരെ ഉപകാരമായിരിക്കും ഞങ്ങൾക്ക്. അപ്പം ഞങ്ങൾ ഇത് കിട്ടുമെന്ന് നമ്മളോട് അലസേട്ടൻ അവിടെ തന്നെ പറഞ്ഞാണ്. ഗൈസ് നോക്കൂ, അപ്പം ആ ഒരു സംഭവം കഴിഞ്ഞു. സംഭവം ഇവരെയും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അവന് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഇഷ്ടം പോലെ ഇല്ലീഗൽ ഇമിഗ്രേഷൻ നടക്കുന്നുണ്ട്. അത് കാരണമാണ് ഈ പ്രശ്നം മൊത്തം സംഭവിക്കുന്നത്. ഇവിടെ ഓണറേബിൾ ഫ്രീ വിസ തുടങ്ങിയതാണ് ഇവിടെ പറ്റിപ്പോയത്. അതിന് മുമ്പ് ഇവിടെ ഒരു കുഴപ്പമില്ലായിരുന്നു, ആർക്കും ഒരു പ്രശ്നമില്ലായിരുന്നു. ഇവിടെ കണ്ടോ നല്ല ജോർജ്. നമ്മുടെ ഈ പ്രശ്നത്തിനെ മറികടക്കാനായിട്ട് നമ്മുടെ ലിബിൻ ചേട്ടൻ ഞങ്ങൾക്ക് പുള്ളിയുടെ 2ാമത്തെ വണ്ടി ആയിരുന്നു. പുള്ളിയുടെ ഒരു ജീവാനുണ്ട്. അടുത്ത വണ്ടി എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന BM ആണ്. ഈ കാണുന്ന ഇതിന് എന്നായിട്ടാ പറഞ്ഞത് M6 അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു, കൂപ്പയാണ്. അപ്പോൾ ഈ ഒരു സാധനം തന്നു. ഞങ്ങളുടെ വണ്ടി അടച്ചു. ഞങ്ങളപ്പോൾ അടുത്ത സ്ഥലങ്ങളിലേക്ക് പോവുകയാണ്. ഇതിനിപ്പോൾ കാണാൻ പറ്റില്ല. അതെ, നോക്കുക. അപ്പോൾ അടുത്ത വണ്ടി ഇതിനെ മറികടക്കാൻ വേണ്ടി തന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഓരോ സ്ഥലങ്ങളിൽ പോകാനും ഓരോ ആവശ്യങ്ങൾക്കൊക്കെയാണ് ഈ വണ്ടി തന്നത്. പക്ഷേ ഇത് നമ്മളെ കൊണ്ട് ജീവിതത്തിൽ പോറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ദൈവത്തിനോട് മാത്രം ചോദിക്കണം. എനിക്ക് ലൈസൻസ് ഉണ്ടായിരുന്നു, എനിക്ക് ഓടിക്കാമായിരുന്നു. പക്ഷേ എനിക്ക് ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് ഓടിക്കാൻ പറ്റത്തില്ല. വണ്ടി കേട്ടോ, ലൈസൻസ് ഇല്ലെന്ന് നമ്മൾ പറയാം, നമുക്കുണ്ട്. അവർ തമിഴ്ചെന്നും പറഞ്ഞ് പിടിച്ചോണ്ട് പോയി. അതിന്റെ സൗണ്ട് നോക്കിയേ. ഇത് കൊള്ളാലോ. തുറന്നേടോ, ഇത് എങ്ങനെയാ തുറക്കുന്നേ? ദൈവത്തിനറിയാട്ടോ ഇത് എങ്ങനെയൊക്കെ തുറക്കുന്നതെന്ന്. ഇത് ആദ്യമായിട്ട് ടേപ്പ് റെക്കോർഡർ മേടിച്ച പോലെ ആയിപ്പോലോ. എന്നിട്ട് എങ്ങനെയാ ലിബിൻ കയറുക? ആ ഡോക്യുമെന്റ്സ് എടുത്ത് ബാക്കോട്ട് വെക്കാവോ? ഉണ്ടോ? ഇതാണ് സീറ്റ് മടക്കുന്ന സംഭവം. ബെൽറ്റ് ആണോ? അല്ലടാ, അല്ലെന്നേ. ഇതുണ്ടോ, ഇതിങ്ങനെ നീങ്ങിപ്പോവും. ഈ ഒരു സ്വിച്ച് പിടിച്ച് നോക്കി കഴിഞ്ഞാൽ ഇത് നീങ്ങും. പിന്നെ വേറെ അത് ബാക്കോട്ട് വരുന്നത് ഇത് മടക്കാനൊക്കെ. അല്ലടാ, ഇതാ എനിക്ക് തെറ്റ് പറ്റിപ്പോയി ഗൈസ്. ഞാൻ ബാക്ക് കയറിക്കോളാം, നീ ഫ്രണ്ടിൽ കയറിക്കോ. നീ കയറിക്കോ. പക്ഷെ ഇത് നല്ല വണ്ടിയാണല്ലോ. ഇവനെ നമ്മൾ പ്രതീക്ഷിച്ച വണ്ടി അല്ല, കാശ് മുടക്കുള്ള നല്ല വണ്ടിയല്ലേ. ലിബിൻ ചേട്ടൻ ഒരു കില്ലാടി തന്നെ അല്ലേ. നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. പുള്ളിക്ക് എന്തോ പേപ്പർ ശരിയാക്കാണ്ട് ആദ്യം അങ്ങോട്ടാണ് പോകുന്നത്. അപ്പം ആ പേപ്പർ ശരിയാക്കിയതിന് ശേഷം നിന്റെ കാലം എങ്ങനെയാ വെക്കാൻ പറ്റുക? ഇതൊക്കെയാണോ? നീ ഇങ്ങോട്ട് വെച്ചോ, പോട്ടെ. ഇറക്കിട്ടോ, ഒരു കുഴപ്പമില്ല, ഇറക്കിട്ടോ. അത് മതി, ഇറക്കിട്ടോ. അല്ല ഇരിക്കാൻ പറ്റൂടാ. ഈ സ്പോർട്സ് കാറുകളുടെ ഒക്കെ മെയിൻ പ്രശ്നമാണിത്. ഈ ഇരണം അല്ല, ഇതെടുത്ത് ഇങ്ങോട്ട് വെക്കട്ടോ. അവൻ്റെ വണ്ടി തട്ടിയിടും. ഇല്ല, അമ്പോ കിടിലം വണ്ടി. എന്നാ ഇവനെ കൂപ്പ് ഒരെണ്ണം വാങ്ങണം കേട്ടോ, കൂപ്പ് ഒരെണ്ണം വാങ്ങണം. ഇത് വാങ്ങിയില്ല ഒരു വക്കറ്റിൻ്റെ അകത്ത് ഇങ്ങനെ കയറി കിട്ടിയിരിക്കണം അല്ലേ. വണ്ടി ഓടുമ്പോൾ ഒരു വക്കറ്റിൻ്റെ അകത്ത് കയറിയുന്ന കൂപ്പ്. ഫൈനലി നമുക്ക് ബീം കിട്ടി. ഓവർ പൊട്ടിക്കണ്ട കേട്ടോ, എണ്ണ നമ്മളെ കൊണ്ട് താങ്ങുമില്ല. ഇത് കൊള്ളാട്ടോ, ഇത് കൂപ്പയാണ്. ഇതൊന്നും നമ്മുടെ നാട്ടിലില്ലാത്ത സൈസ് മോഡൽ എന്തോ വണ്ടിയൊക്കെ ആട്ടോ. എനിക്ക് കറക്റ്റായിട്ട് ഇതിനെക്കുറിച്ച് ഒന്നും അറിയത്തില്ല, പറഞ്ഞു തരാൻ പോലും. ഇത് ഏത് രാജ്യക്കാരനായിട്ടാ? ഓ, അപ്പോൾ ഇവന്മാർക്കാണ് ഇപ്പം പണി ഇല്ലാത്തത്. ഇല്ലെങ്കിൽ ഇമിഗ്രേഷൻ കാരണം. ഗൈസ് പാവങ്ങളാട്ടോ, എല്ലാവരുടെ അവസ്ഥ ദയനീയം. നമ്മൾ ആരെക്കുറിച്ച് എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യം. പിന്നെ വേറെ ഒരു കാര്യം നമ്മൾ എപ്പോഴും നോക്കണം. നമ്മുടെ നാട്ടിൽ നമ്മുടെ ആസാമിൽ നിന്നും അവിടുന്ന് ഇവിടുന്ന് എല്ലാ ആൾക്കാർ വന്ന് ചെറിയ പൈസക്ക് പണി കൊടുക്കൂലേ. അപ്പൊ നമ്മുടെ മലയാളികൾ പരമാവധി അവർക്ക് പണി കൊടുക്കാതെ നോക്കൂലേ, അങ്ങോട്ടും ഇങ്ങോട്ടും പണി കൊടുത്തിട്ട്. ഇപ്പൊ നേരം തലതിരിഞ്ഞു, അവരില്ല പണി നടക്കൂല. അല്ല, അങ്ങ് അതേപോലെ തന്നെയാണ് ഇവിടെയുള്ള രാജ്യക്കാർക്ക് പണിയില്ല, പുറത്തുനിന്ന് വന്ന ആൾക്കാർ പണിയെടുക്കുന്നു. അതായത്
ഇവര് 1000 രൂപയുടെ പണിയെടുക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഇവന് ഞാൻ പറഞ്ഞു കൊടുത്തോട്ടെ ഇവനെ ഇവര് 1000 രൂപയുടെ പണിയെടുക്കുമ്പോൾ നമ്മുടെ നാട്ടുകാർ വന്നിട്ട് 500 രൂപയ്ക്ക് പണിയെടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇവർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്നില്ല. അതാണ് കാര്യം. വേറൊരു കാര്യം കൊണ്ടുണ്ടെന്നേ. ആ കാര്യം എന്നാ നിങ്ങൾക്ക് അറിയാവോ? നമ്മുടെ ആൾക്കാർ ഇവിടെ നല്ല പേരാക്കിയിട്ടുണ്ട്. നല്ല അതിന്റെ ഇടയ്ക്ക് പോയിട്ട് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പോയി മോഷണം. ഓരോ ബിൽഡിങ്ങിന്റെ അവസ്ഥ നോക്കി എല്ലാം പൊളിച്ചു കളയാൻ തോന്നുന്നു. ഇത് USSR ബിൽഡിങ്ങാ. ഇങ്ങനത്തെ പഴയ ബിൽഡിങ്ങുകളെല്ലാം പൊളിച്ചു മാറി പുതിയ ബിൽഡിങ്ങുകളും സംഭവങ്ങളും പണിതുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഇവിടെ ഈ എനിക്ക് എന്താ പ്രശ്നം വെച്ചാൽ ഇവിടെ ടൗണിലുള്ള സ്ഥലത്തിൻ്റെ അകത്ത് സർക്കാർ തന്നെ ബിൽഡിംഗ് പണിയും. എന്നിട്ട് ഇവിടെ ഉള്ളവർക്ക് വേറെ ഫ്ലാറ്റിലോട്ട് മാറ്റും. അത് കഴിഞ്ഞിട്ട് ഇത് ഇരട്ടി പൈസക്ക് വിൽക്കും. ഇവിടെ പരിപാടി. വീട് നമ്മുടെ നാട്ടിൽ പോലെ സ്ഥലം മാത്രമല്ല ഫ്ലാറ്റ്. റെനോൾട്ടിന്റെ വണ്ടിയാണ് കേട്ടോ. റെനോൾട്ട് ഈ കാണുന്നത് അതാട്ടോ റെനോൾട്ടിന്റെ പുതിയ വണ്ടിയാ. അതിലൂടെ മേളിൽ ഫ്ലെക്സ് കണ്ടില്ലേ? ഫ്ലെക്സ്. ഇതിന് എന്നാ മൈലേജ് ഉണ്ട്? 22 ലിറ്റർ 100 കിലോമീറ്ററിന്. അത്രേ ഉള്ളൂ. ഈ വണ്ടിക്കകത്ത് ഇറങ്ങുക എന്നുള്ളത് ഒരു വലിയ ചടങ്ങ് പിടിച്ച പരിപാടിയാട്ടോ. എൻ്റെ പൊന്നെ, പുള്ളിക്ക് ഒരു പേപ്പർ കൊടുക്കണ്ട. അപ്പം പുള്ളി പോയിട്ട് വരട്ടെ. ഡോർ അടഞ്ഞിട്ടില്ല. ഡോർ അടഞ്ഞിട്ടില്ല. ഇങ്ങനത്തെ വണ്ടികളൊക്കെ ഉണ്ടല്ലേ നമ്മൾ കാണാത്ത സൗണ്ട് കേട്ടോ. നമ്മളെ ഇവിടെ മനുഷ്യന് കഴിക്കാൻ പറ്റിയതും പിന്നെ അതേപോലെ തന്നെ വില ഏറ്റവും ചീപ്പ് പാവപ്പെട്ടവന്റെ ഭക്ഷണം ഇവിടെ മക്ഡൊണാൾഡ്സ് ആണ്. അപ്പൊ അത് കയറി കഴിക്കാൻ. നമ്മുടെ നാട്ടിലെ മദ്രാസ് ഒക്കെ കയറി കഴിക്കാൻ നേരത്ത് നമ്മളിങ്ങനെ നോക്കി നിൽക്കൂല. പണ്ടൊക്കെ നമ്മൾ ചെറുപ്പത്തില് ഒരു മദ്രാസ് കഴിച്ചാലോ ഭയങ്കര പൈസ ആണല്ലോ. പക്ഷെ നമ്മുടെ ഇന്ത്യയുടെ പുറത്തോട്ട് വന്നതിൽ ഏറ്റവും ചീപ്പ് സാധനം ഇതാ. നമുക്ക് കയറി കഴിക്കാം കേട്ടോ. കഴിച്ച് ഞങ്ങള് മക്ഡൊണാൾഡ്സിൽ നിന്ന് ഭക്ഷണം കഴിച്ച് പുറത്തിറങ്ങിട്ട് നോക്കിയേ ആൾക്കാർ താമസിക്കുന്ന അപ്പാർട്ട്മെന്റുകൾ നോക്കി. ഇത് പഴയ ഇവിടുത്തെ യൂട്യൂബർ വന്നേ. ഇവിടുത്തെ നമ്മുടെ യൂട്യൂബിന്റെ അകത്ത് അത് കിടക്കുന്നുണ്ട്. നമ്മൾ ഡൽഹി വന്നിട്ട് ഡൽഹിയിലാണോ എവിടെയാന്ന് വാരണാസി വന്നിട്ട് നമ്മുടെ വെള്ളം അഴുക്കാണ്, അതഴുക്കാണ്, ഇതഴുക്കാന്ന് പറഞ്ഞ് വൃത്തിയില്ല, അതില്ലെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് അടിച്ചു. ഇത് നോക്കി നമ്മുടെ ഒന്നും അവിടെ ഇല്ല ഇത്രയും പഴക്കമുള്ള ബിൽഡിങ്. ഈ ബിൽഡിംഗ് ഒക്കെ ഭയങ്കര ശോകമുഖമാട്ടോ. ഇതുപോലത്തെ കുറേ ബിൽഡിങ്ങുകളുണ്ട്. ഇതുണ്ടോ ഇങ്ങോട്ടൊക്കെ നോക്കി. ആ ബിൽഡിങ്ങിന്റെ ഒക്കെ അവസ്ഥ ഉണ്ടോ? വളരെ ദയനീയമാട്ടോ. ഇത് നോക്കിയേ. ഇതുണ്ടോ വളരെ ദയനീയം. ഇവരെ പോലെ ഉള്ളവർ വരും നമ്മുടെ കൊച്ചിയിലെ എവിടെയെങ്കിലും ഒരു ചെറിയൊരു വേസ്റ്റ് ആണ്. വേസ്റ്റ് എന്നിട്ട് ഇവർ 2 എണ്ണം ക്ലീൻ ആക്കും. എന്നിട്ട് ക്യാമറ ഒന്ന് ഓൺ ആക്കും. ഞങ്ങളാട്ടോ ഇത് മൊത്തം ചെയ്തതെന്ന്. അത് ഇവർ സ്വന്തം രാജ്യത്തെ ആദ്യം ക്ലീൻ ആക്കിയിട്ട് നമ്മുടെ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ വന്നിട്ട് ഇവർ പഠിപ്പിക്കാൻ വേണ്ടി നിൽക്കണം. അതുകൂടാതെ തന്നെ നമ്മുടെ അവിടെ അത് വിറ്റ് ഇതാക്കാൻ വേണ്ടി നമ്മുടെ മാധ്യമപ്രവർത്തകരുണ്ട് അവിടെയുണ്ട്. അവർ അങ്ങനെ ചെയ്ത് ഇവര് നിങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടുത്തെ അവസ്ഥ കാണുക അല്ലേ. ഇവിടെ മൊത്തം വേസ്റ്റും ചപ്പും അല്ല. ഇവിടുത്തെ പുഴേനകത്ത് വരെ ഉണ്ട്. ഇവരെ പല സ്ഥലത്തും പോയി പലതും കാണാം. നമ്മളെ നേരെ ഫ്രണ്ടിലേക്ക് നടക്കണം. ചേട്ടൻ വരെ ഇച്ചിരി സമയം എടുക്കും. അപ്പം ഞങ്ങളെ ഒരു കുപ്പി വെള്ളവും പിന്നെ അതേപോലെ തന്നെ ഒരു ലിപ് ബാമും മേടിക്കണം. ഫുൾ ഫോഗി. ഇനി 3 ദിവസം കൂടെ ഉണ്ട് ഈ കാലാവസ്ഥ. ആ കാലാവസ്ഥ കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഈ കാലാവസ്ഥയിൽ വണ്ടിയിൽ ഭക്ഷണം കുക്ക് ചെയ്താൽ നമ്മൾ ടാങ്ക് പൊട്ടും, ഫ്രീസ് ആവും, പൈപ്പ് പൊട്ടും. പിന്നെ അതേപോലെ തന്നെ ഐസ് പിടിച്ച് കഴിഞ്ഞാൽ ഐസ് പോകത്തില്ല കേട്ടോ. ഐസ് ഞങ്ങളുടെ വണ്ടി എത്തിയിട്ടാ. പുള്ളൊരു പേപ്പർ ശരിയാക്കാണ്ട് പോയതാണ്. പേപ്പർ ശരിയാക്കലും പരിപാടിയും കഴിഞ്ഞു. ഇനി ഇതിൻ്റെ അത് കേരളമാണ് ഏറ്റവും വലിയ ടാസ്ക് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് കയറുക. നേരെ ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ട് പോവാണ്. ഇതന്നെ വോൾവോയ. ഗൈസ് ഇവിടെ ഈ പ്രീമിയം കാർ ഇതുപോലുള്ള സാധനങ്ങൾ എന്നൊന്നും പറഞ്ഞാൽ വലിയ സംഭവമല്ല ലടാ. ഇവനെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ആൾക്കാർക്കും വലിയ നോക്കടാ. കാണാൻ വേണ്ടി നല്ല രസമുണ്ടാവും വണ്ടി കാണാൻ വേണ്ടി. ഭയങ്കര ഇഷ്ടമായിട്ട് വലിയ ട്രക്കും. ഏതാ ഫോർഡല്ലേ? ഫോർഡിൻ്റെ ഗൈസ് ഇവിടെ ഞാൻ തുറന്നുതരാടാ. അങ്ങനെയല്ല ഇതിങ്ങനെ പിടിച്ചിട്ട് ഫ്രണ്ടിലേക്ക് മടക്ക്. പൊക്കോ ഇവനെ കിളിക്കൂട്ടിലേക്ക് കയറ്റി വിടും കേട്ടോ. എൻ്റെ പിടിച്ച് ബാക്കോട്ട് വലിക്കണേടാ. യെസ്. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് ഇരിക്കുക എന്നുള്ളത് എൻ്റെ അമ്മ. ഇതിനകത്ത് കുറേ ഓപ്ഷൻ ഉണ്ട്. ഇതുണ്ടോ പല കഷ്ണം പോലെ ഫ്രണ്ടിലെ സാധനമൊക്കെ പോവുകയൊക്കെ ചെയ്യും. ഞങ്ങൾ നേരെ അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. ഓക്കെ ആയോ ചേട്ടാ? ഗൈസ് നോക്കൂ, ചേട്ടൻ എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കി. ഞങ്ങൾ നേരെ പോവാണ്. ചേട്ടാ കൈ പൊള്ളിപ്പോയിട്ടോ. ഭയങ്കര തണുപ്പാ. ഭയങ്കര തണുപ്പാ. എൻ്റെ പൊന്നു ചേട്ടാ നിങ്ങളെ ക്ലാസ് ഒന്ന് പൊക്കിയിടാമോ? ഗൈസ് ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് പോവാട്ടോ. വണ്ടി എങ്ങനെയുണ്ട് ചേട്ടാ? എങ്ങനെയുണ്ട്? കാല് കൊടുത്താലോ? അടിച്ചില്ല. നല്ല സമയത്താണ് ഞങ്ങൾ വന്നത്. ഇവിടെ തെരുതരാ പിടുത്തം കേട്ടോ. ഇവിടെ ഫുൾ ഇല്ലീഗലായിട്ട് നിൽക്കുന്ന എല്ലാവരെയും പിടിക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല വേറെ പല സാധനം വിൽക്കുന്നവരെയും പിടിക്കുന്നുണ്ട്. നല്ല സമയമാണ്. അതുകൊണ്ട് കേട്ടോ നമ്മളോട് സംസാരിക്കാൻ പോലും തയ്യാറാകാത്ത നമ്മൾ വന്നിരിക്കുന്നത്. ഇന്ന് ക്ലൗഡി കാലാവസ്ഥ ആയിട്ട് ക്ഷമിക്കണം.
ക്ഷമിക്കണം, ക്യാമറയ്ക്ക് ഇച്ചിരി ക്ലിയർ കുറവ് ഉണ്ടാവും. കാരണം എന്ന് വെച്ചാൽ മേടിൽ നിന്ന് മഴയും പെയ്യുന്നുണ്ട്, മഞ്ഞും പെയ്യുന്നുണ്ട്. നമ്മൾ ഏഷ്യയിലെ 3ാമത്തെ ഏറ്റവും വലിയ ഓർത്തഡോക്സ് ചർച്ച് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമുക്ക് വേറെ എവിടെയൊന്നും പോകാൻ പറ്റില്ല കേട്ടോ. കാരണം എല്ലാ ടൂറിസ്റ്റ് പ്ലേസുകളും മഞ്ഞ് വീണ് കിടക്കുകയാണ്. വഴികൾ വളരെ വിഷയമാണ്. അല്ല നമ്മുടെ വണ്ടി കൊണ്ട് പോകണം. അതിനുള്ള സെറ്റപ്പുകളുള്ളൂ, ഹീറ്ററും സംവിധാനങ്ങളും കിടക്കാനുള്ള സംവിധാനങ്ങളൊക്കെ. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ പെടും. ക്ലൈമറ്റ് റെഡി ആവണം. പിന്നെ ഞങ്ങളുടെ പേപ്പറും റെഡി ആവുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ഇവിടെ ജോലി ചെയ്യാൻ വന്നവരെ പോലെ ഞങ്ങളുടെ അവസ്ഥ ഒന്ന് ആലോചിക്കണം. ഒരു രാജ്യത്ത് ഇങ്ങനെ പിടിച്ചു വെച്ചില്ല, ഈ ചൈന പോലും. നമ്മുടെ പേപ്പർ 6 ദിവസം കൊണ്ട് ശരിയാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണം വണ്ടി എടുക്കാം. പിന്നെ ഫൈൻ അടിച്ച് അവർ ഉണ്ടാക്കി തരും. കാരണം വണ്ടി ഇപ്പം നോട്ടായില്ലേ അല്ലേ. പക്ഷേ വിഷയം വേറൊന്നുണ്ട്. അത് നമ്മൾ പേപ്പർ ശരിയാക്കുന്നതാണ് ബുദ്ധി. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം ജോർജിയയുടെ എല്ലാ ഭാഗം കാണാം. കാലാവസ്ഥ ആയതുകൊണ്ട് ഒന്നും കാണാൻ പറ്റൂല. നല്ല കിടിലം പള്ളിയൊക്കെയാണ് സംഭവം. പക്ഷേ ഒന്നും കാണത്തില്ല കേട്ടോ. ക്ലൈമറ്റ് കണ്ടില്ലേ, ഫുൾ മഴയാണ് കേട്ടോ. നമുക്കിനി ഇന്ന് എവിടെയും പോകാൻ പറ്റില്ല കേട്ടോ. നേരെ വണ്ടിയിലേക്ക് പോകാമെന്നല്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല. നമുക്ക് ലിവിൻ ചാൻ്റെ എടുത്തിട്ട് പോയല്ലോ. ചേട്ടൻ എത്ര മണിക്ക് ഫ്രീ ആകുമെന്ന് ചോദിച്ചാൽ ആണോ? എൻ്റെ പൊന്നെ, ഒടുക്കത്തെ തണുപ്പ്, പുറത്തിറങ്ങാൻ പറ്റാത്ത രീതിയിലാട്ടോ. ഇതെന്താവോ വിളക്കൊക്കെ കത്തിച്ചാക്കുന്നത്? ആ, പള്ളിയുടെ മിനിയേച്ചറാ. ആ, നല്ല തണുപ്പെന്ന് വെച്ചാൽ നല്ല ഇതിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റും കേട്ടോ. ഗൈസ്, ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറട്ടെ കേട്ടോ. ശരിക്കും ഇവിടെ നിന്ന് അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളും കാണത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പം കാണത്തില്ല കേട്ടോ. മഞ്ഞായി, മഴയോ. ഈ മഴ ഇവിടെ പെയ്യുന്നില്ലേ, ശരിക്കും പറഞ്ഞാൽ മൗണ്ടിൽ മഞ്ഞ് വീണുകൊണ്ടിരിക്കുക. അതെ, അതാണ് സംഭവം. അല്ലേ, രാവിലെ മരണ കോടി ഉണ്ടായിരുന്നു ചേട്ടാ. ഞാൻ നിങ്ങളുടെ റൂമിലോട്ട് വന്നില്ലേ, തണുത്ത് വരച്ചിട്ടാ വന്നേ. അപ്പൊ ഇവിടുത്തെ ജോർജിയക്കാർക്ക് നിനക്ക് തണുക്കുന്നില്ലെന്ന്. ഞാൻ ഇല്ലെന്ന്. ഇങ്ങനെ കയറത്തില്ല കേട്ടോ. ഇതെന്താ പ്രാർത്ഥനയും പരിപാടിയൊക്കെ. ചേട്ടാ, ഫോട്ടോയും വീഡിയോ എടുക്കാൻ പാടില്ല. എന്തോ പ്രാർത്ഥനയൊക്കെ നടക്കും കേട്ടോ. അവിടെ പോലെ തന്നെ കേട്ടോ, റഷ്യ പോലെ തന്നെ. റഷ്യൻ ഓർത്തഡോക്സ് സംഭവം തന്നെ. ഓ, പ്രാർത്ഥന നടക്കും കേട്ടോ. ഇതെങ്ങനെയാണ് 10,000 പേര് കൊള്ളുന്നത്? താന്ന് റഷ്യയിലെ നമ്മളെ പഴയ പള്ളി പോയില്ല, അതല്ലേ ഏറ്റവും വലുത്. ഫൈനലി ഞങ്ങൾ ഇറങ്ങി കേട്ടോ. പ്രാർത്ഥനയും പരിപാടികളൊക്കെ നടക്കുകയാണ്. ഗൈസ്, ബേസിക്കലി ഇവിടുത്തെ പ്രശ്നങ്ങൾ കാരണം നമ്മുടെ വെറുത്ത് കേട്ടോ ശരിക്കും. പക്ഷെ നോക്കിയിട്ട് കാര്യമില്ല, നമുക്ക് പല സ്ഥലത്തും കിട്ടാമെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി. പക്ഷെ സ്ഥലങ്ങൾ കണ്ടിട്ട് പോലല്ലോ ഇവനെ. അങ്ങനെയും പറയാം. അതെ, സ്ഥലം കാണണം നമുക്ക്. മസ്റ്റ് ഇതണ്ട നമ്മൾ യഥാർത്ഥ വീട് എന്നാ പറയുന്നത്. ഇതണ്ട ഇവനെ, ഇതാണ് യഥാർത്ഥ വീട്. ഇതിനെ ചെറുതാക്കിയിട്ടാണ് നമ്മുടെ അവിടെ ഇറങ്ങിയാക്കുന്നത്. ഓ, അത് വെള്ളത്തിന് വേണ്ടി വന്നോ ചേട്ടാ? എല്ലാരും ഇങ്ങനെ പിടിച്ചു കൊടുക്കണം. ഓ, ഇങ്ങനെ കൊടുക്കാറുണ്ട് എല്ലാവരും. ആ, ഇവനും വേണ്ട, ഇവനും കൊടുക്ക് ദേഹത്തിന്. പാവല്ലേ, തണുത്തില്ലേ ഇവനെ. തണുത്തിട്ട് ആർക്കുവേ ഫ്രീസല്ലേ, ആർക്കും കുടിക്കാൻ പറ്റൂല്ലോ. നമുക്ക് പോടാ. ഞങ്ങൾ നേരെ താഴോട്ട് ഇറങ്ങി. ഇവിടെ ഒരു സ്റ്റോണൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതേ എന്താണെന്ന് എനിക്കറിയില്ല. അത്യാവശ്യം നല്ല രീതിയിൽ ടൂറിസ്റ്റുകളുണ്ടെന്ന് മനസ്സിലായി. നമുക്ക് ഇതിൽ ഇറങ്ങിപ്പോയാൽ പോരാട്ടെ. ആ വലിയ നടുകുറ്റം ഇറങ്ങണ്ടല്ലോ, തെന്നി വീഴാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കേട്ടോ. ഞങ്ങൾ നേരെ വണ്ടിയിലേക്ക് പോവാണ്. നാളെ നമുക്ക് വണ്ടി മൊത്തം വൃത്തിയാക്കി വണ്ടിയിൽ കുറച്ച്
ക്ലൈമറ്റ് കറക്റ്റായിരുന്നു. ഞങ്ങളുടെ സൈഡ് ലൈറ്റ്, കുറച്ച് ലൈറ്റിൻ്റെ പണി എടുക്കണ്ടായിരുന്നു. പിന്നെ വണ്ടിക്കുള്ളിൽ എനിക്ക് ലിബിൻ ചേട്ടൻ ഒരു പ്ലേ സ്റ്റേഷൻ തരാമെന്ന് പറഞ്ഞാൽ പ്ലേ സ്റ്റേഷൻ ഒരു TV വെക്കണമെന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ AC വണ്ടിയുടെ സീറ്റ് മാറ്റണമെന്നുണ്ട്. പിന്നെ AC വെക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ വണ്ടിയുടെ AC ഗ്യാസ് അടിക്കണം. അപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ ഇപ്പം 16 എടുത്താറായി. അപ്പോൾ ആ സമയത്ത് AC വർക്കാവില്ല. ഇപ്പോൾ ഇവിടുത്തെ ടെമ്പറേച്ചർ കറക്റ്റായെങ്കിൽ മാത്രമേ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അല്ലേ 16 എടുത്തില്ലേ? എത്ര 9 ഡിഗ്രിയിൽ AC പണിയാൻ പറ്റില്ല കേട്ടോ. AC റിപ്പയർ ആവില്ല. ഗ്യാസ് നമ്മൾ ടിൻ ഗ്യാസേ ഈ കാലാവസ്ഥ നമ്മൾ കത്തിച്ച് കഴിഞ്ഞാൽ അത് ഫ്രീസ് ആയി. ഗൈസ് ഞങ്ങൾ നേരെ നമ്മുടെ വണ്ടി കിടക്കുന്ന സ്ഥലത്തോട്ട് പോവാണ്. ഇനിയിപ്പോൾ എവിടെ പോയിട്ട് കാര്യമില്ല. കാരണം ഈ സമയത്ത് ഇങ്ങനെയാണെങ്കിൽ ഭയങ്കര മൂടി നിൽക്കും. പക്ഷേ ഇതിൻ്റെ ഒരു ഗുണം ചെയ്ത് നമുക്ക് യൂറോപ്പിലാണ് ഇത് ബെനിഫിറ്റ് ആവുക. കാരണം അവിടെ ചെല്ലാൻ നേരത്തെ നല്ല പച്ചപ്പും അതേപോലെ ഒരു 12, 16, 24 ഡിഗ്രി വരെ നമുക്ക് അവിടെ കിട്ടും കാലാവസ്ഥ. നല്ല പച്ചപ്പായിരിക്കും. പച്ചപ്പ് നല്ല കാറ്റും മഴയാണെന്ന് കേട്ടോ ഞാൻ അറിഞ്ഞിരിക്കുന്നത്. പിന്നെ ഇവിടെന്ന് വെച്ചാൽ ഈ മഴയല്ല പ്രശ്നം. ഈ മഴ പെയ്ത് കഴിഞ്ഞിട്ട് ഒരു കാറ്റുണ്ട്. വണ്ടിയൊക്കെ എടുത്തിട്ട് ഇന്നലെ ഉറങ്ങിയിട്ടില്ല കാറ്റ് കാരണം. 60, 45 48 വരെ വന്നു. ഞങ്ങളിവിടെ ഉള്ളിലെ ഏരിയയിലൂടെ കേട്ടോ പോകുന്നത്. എനിക്ക് തോന്നുന്നു ആ ഒരു ഇതിനോട് ചേർന്നുള്ള ഹോട്ടലുകളോ സംവിധാനങ്ങളൊക്കെ ആയിരിക്കും അല്ലേ ഏട്ടാ? ഗൈസ് എല്ലായിടത്തും കുത്തിവരം വരയും കിറിയും ഇതൊക്കെ ഉണ്ട് കേട്ടോ. ഇവരെ ഇങ്ങനെ പറയും ഇത് ബിലോസ് ഇൻ ദ ഗ്രാഫ് ആൻഡ് റോഡ് ആൻഡ് ഗർ. ഈ കാണുന്ന പൈപ്പ് ലൈനുകളാട്ടോ. അതായത് ഈ ഗ്യാസും ചൂടുവെള്ളം പോകുന്ന റഷ്യ കൊടുക്കുന്നതാണോ? ഈ കാണുന്ന ഗൈസ് ഞങ്ങൾ തിരിച്ചു വണ്ടി കയറി. നല്ല തണുപ്പും നല്ല മഴയുമാണ്. മഴ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ത് കാലാവസ്ഥയാണെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഇതുണ്ടോ? ഇത് എന്നെ കാലാവസ്ഥയാണല്ലോ ഇവന്. ഇത് എന്നാ സംഭവം എന്നറിയാമോ? മലയിൽ നല്ല മഞ്ഞും താഴെ നല്ല മഴയും. പെട്ടെന്ന് മഴ പെയ്യുക, ചിലപ്പോൾ പെട്ടെന്ന് മഞ്ഞ് പെയ്യുക. ഇന്നലെയൊക്കെ ഒട്ടുക്കത്തെ കാറ്റായിരുന്നു. ഇന്ന് കാറ്റില്ല. മഴ പെയ്യട്ടെ, അതാ നല്ലത്. മഴ പെയ്യട്ടെ. അതിനടാ ആ കാറ്റിന് അത് ഉറങ്ങാൻ പറ്റിയോ ഇവനെ? ജ്യൂസ് അടിക്കുന്ന പോലെ അല്ലേ? ശരി കേട്ടോ. വണ്ടി വള്ളത്തിൽ കിടന്ന് നമ്മൾ ആടുന്ന പോലെ. ഇതിലും വേദം മറ്റേ കയറുന്ന ഈ കടലിൽ ഷിപ്പല്ല ഇവനെ. നമ്മളാ ചെറിയ സാധനത്തിൽ കയറൂലേ, സ്പീഡ് ബോട്ടർ. ആ സാധനത്തിനകത്ത് ഛർദ്ദിക്കുന്ന സാധനം സ്ഥിരം അത് കയറുന്നു. രാവിലെ കിടക്കാൻ പറ്റില്ല കേട്ടോ. ഈറ്റർ ഏറ്റവും കൂടി ഇട്ടേക്കുവാ. ഇത് കുറയ്ക്കട്ടെ ആദ്യം. ഇത് കണ്ടോ ഇത്ര ഇട്ടിട്ടാണ് കിടക്കുന്നത്. ഇത്ര ഒന്നും വേണ്ട കാര്യമില്ല. ഡ്രൈ ആവും കേട്ടോ. വെള്ളം കുടിക്കുക. അവിടെ വെള്ളം മേടിച്ചില്ല കേട്ടോ. വെള്ളം മേടിക്കാം. ഇപ്പം മറ്റേ നമുക്ക് ലിബിൻ ചേട്ടൻ്റെ അടുത്ത് പോകണ്ടേ ഗൈസ്? ലിബിൻ ചേട്ടൻ ഇന്ന് വണ്ടി വന്നുകൊണ്ട് എവിടെയെങ്കിലൊക്കെ പോകാൻ പറ്റി. അല്ല ഇന്നത്തെ ദിവസം ഇതിൻ്റെ അകത്ത് തളയ്ക്കപ്പെട്ടാനെ. നാളെ എന്നാ ദിവസം? നാളെ നമുക്ക് മെട്രോയിൽ പോകരുത്. നാളെ ഞങ്ങൾക്ക് കുറച്ച് പരിപാടിയുണ്ട്. അടുത്ത ദിവസങ്ങളിൽ നമ്മുടെ പരിപാടി തീരും കേട്ടോ. വലിയ ദിവസമൊന്നും കിടക്കേണ്ട വരില്ല. പിന്നെ ഞങ്ങളും വിചാരിച്ച് എന്തുകൊണ്ടും നല്ലതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാലാവസ്ഥയിൽ എവിടെ ഓടാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് അവർ പിടിച്ചിട്ടോട്ടെ. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് കിടക്കുകയും ചെയ്യാം. ഇവർ പിടിച്ചിട്ട് ഇതിന് കൂടുതൽ എന്നാ ചെയ്യാനുള്ള നമ്മൾ ഇത്ര നാൾ ഇവിടെ കിടക്കുന്നു. ഇവർക്ക് ബാധ്യതയാണ്. ബാധ്യത കയറിക്കൊണ്ടിരിക്കുന്നു. പിന്നെ നമ്മളെ കണ്ടില്ല ഇന്ന് മറ്റേ കൂടി വന്നിട്ടുണ്ട്. അവരെ പിടിച്ച് അവിടെ കൊണ്ടുവിടും. അത്രയല്ലേ ഉള്ളൂ. പക്ഷെ നമ്മുടെ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡിപ്പോർട്ട് അടിക്കാൻ നേരം നമ്മളെയും ഡിപ്പോർട്ട് അടിക്കണം, നമ്മുടെ വണ്ടീനെയും ഡിപ്പോർട്ട് അടിക്കണം. അതാണ് അങ്ങനെ. ഇപ്പം നമ്മളെ വണ്ടി ഇപ്പോൾ ഇവർ പിടിച്ചെന്ന് വെച്ചാൽ നമ്മൾക്ക് ഷിപ്പ് വഴിയാണെങ്കിൽ ഇവർ നാട്ടിൽ കൊണ്ടു തരേണ്ടി വരും. നമ്മുടെ വണ്ടി ഇവിടെ നമ്മൾ നിയമം തെറ്റിക്കുക ഒന്നും ചെയ്തിട്ടില്ല. അതിൻ്റെ അകത്ത് ഇവർക്ക് ഒന്നും ചെയ്യാൻ നിയമം തെറ്റില്ല. നമ്മൾ ആറ് ഒരു ഇതിലും ചെയ്തില്ല. നമ്മുടെ ആ ഒരു ഇന്ത്യൻ ലൈസൻസ് വെച്ച് ഇവിടെ ഓടിക്കാം കേട്ടോ. പക്ഷെ എനിക്കറിയത്തില്ല എന്നാ ഇങ്ങനെയെന്നൊക്കെ. അത് ഞാൻ അന്വേഷിച്ചത്തോളം ഇതെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മുടെ ഇന്നലത്തെ വീഡിയോൻ്റെ അകത്ത് കഴിയുമ്പോൾ കാണിച്ചില്ല. അതായത് ലൈസൻസ് പോലും ഇല്ലാത്ത ഇന്ത്യയിലെ ആരെല്ലാം ലൈസൻസ് നമ്പർ എടുക്കും, അതിൻ്റെ അകത്ത് ഫോട്ടോ വെട്ടി ഒട്ടിക്കും. എന്നിട്ട് എല്ലാ സാധനം മാറ്റി ഒട്ടിക്കാൻ നേരത്തെ ഇവർ ചെക്ക് ചെയ്യും. ഇപ്പോൾ ഒരു വട്ടം 2 വട്ടം ഇവർ ചെക്ക് ചെയ്യാൻ നേരത്തെ ഇത് ഫേക്കാന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ട്. ഇവർ എല്ലാവരെയും അതേപോലെയാണ് കാണുന്നത്. അതാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം. അത് വെച്ചിട്ട് എന്നിട്ട് ഇവർ എല്ലാവരും അളക്കും. അല്ല, അത് വെച്ചിട്ട് നമ്മൾ എടുക്കുന്ന പോലെ ഇന്റർനാഷണൽ ലൈസൻസ് എടുക്കും. ഇന്റർനാഷണൽ ലൈസൻസ് എടുക്കുമ്പോൾ അവരെന്നെ സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ പേർക്ക് തന്നെ അടിച്ചു കൊടുക്കും. അവർ ചെക്ക് ചെയ്യും. ഈ അമേരിക്കൻ കമ്പനി അങ്ങനെയുള്ള മറ്റേ കുറേ കമ്പനിയുണ്ട്, യൂറോപ്യൻ യൂണിയൻ കമ്പനി. അപ്പോൾ അവരിത് ചെക്ക് ചെയ്യാതെ അവരും കൊടുക്കും. അവരും കമ്പനി തന്നെ നോക്കുന്ന പൈസക്കാണ് അവരും നിൽക്കുന്നത്. അവരും ചെക്ക് ചെയ്യാതെ അങ്ങ് കൊടുക്കും. അപ്പോൾ ഇവരെല്ലാം ചെക്ക് ചെയ്യുമ്പോൾ ഇതെല്ലാം കള്ളത്തരമായിട്ടേ കാണുള്ളൂ. ഇപ്പോൾ ഇന്റർനാഷണൽ ലൈസൻസ് മാത്രം പോരാ, RTO ഒരു പേപ്പർ തരുന്നതാണ്. നമ്മുടെ ലൈസൻസ് അതായത് ഒറിജിനൽ ലൈസൻസ് ആണെന്ന് പറഞ്ഞിട്ട് ലോട്ടറീൻ്റെ അകത്ത് ഒപ്പ് ചെയ്തിട്ട് വരുവാണെങ്കിൽ യാതൊരു കുഴപ്പം വരില്ല. അതായത് ഇവർ നമ്മുടെ ലോട്ടറിയും കൂടെ ഒപ്പിടിപ്പിക്കുന്നില്ലേ. പുതിയ ഇത് വന്നു കേട്ടോ. അതായത് ഇവിടെ IDP ഇന്റർനാഷണൽ ലൈസൻസ് ഒന്നും കാര്യമില്ല. ഇന്റർനാഷണൽ ലൈസൻസ് ഇനിയിപ്പം ഇവിടെ നോട്ടറിയും കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്താൽ നമ്മുടെ നാട്ടിൽ അത് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യിക്കണം. അത് നമ്മുടെ ലൈസൻസ് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യണം, ഇവിടുത്തെ അഡ്ജസ്റ്റ് ചെയ്യണം. അതേപോലെ നമ്മുടെ നാട്ടിലും ചെയ്തിട്ട് വരുവാണെങ്കിൽ പിന്നെ ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. അതും കൂടി ചെയ്തിട്ട് വരുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇനിയും വരുന്നത് ഇനിയും പഴക്കത്തിൽ ഇങ്ങനെ നിയമങ്ങൾ ഇങ്ങനെ മാറി സ്ട്രോങ് ആയിക്കൊണ്ട് മാറിക്കൊണ്ടിരിക്കും. അതായത്
ലൈസൻസ് ഇല്ലാത്ത ആൾക്കാർ എന്തിനു വണ്ടി പറന്ന് കടന്ന കിളികളെ പിടിച്ച് കൂടുതലിട്ട പോലെയായിട്ട് പഴങ്ങാൻ പറ്റത്തില്ല. ഞാൻ ഒരു കേസ് പറയട്ടെ, ലൈസൻസ് ഇല്ലാത്ത ആൾക്കാർ എന്തിനു വണ്ടി ഓടിക്കുന്നു? ഇപ്പൊ എനിക്ക് ലൈസൻസ് ഇല്ല, എത്രയോ വണ്ടി വീട്ടിൽ കിടക്കുന്നുണ്ട്, ഞാനൊരു വണ്ടി ഓടിക്കില്ല. കാര്യം വെച്ചാൽ നമ്മൾ നിയമം തെറ്റിക്കുന്നതിന് മാത്രമല്ല, നമ്മൾ ലൈസൻസ് ഇല്ലാത്ത ആൾക്കാർ ഒരു വണ്ടിക്കിട്ട് പോയി ഇടിക്കുക, ഒരാൾക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ട്, കുടുംബം വിറ്റാൽ പോലും തീരാത്ത കേസാണ് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ. പിന്നെ അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ റഷ്യയിൽ നിന്ന് കയറുന്നതിന് മുമ്പ് ഞങ്ങൾ ഇൻഷുറൻസ് ഒക്കെ എടുത്തില്ല, അതും കൂടി ഇല്ലായിരുന്നു. പക്ഷെ അത് ചോദിച്ചില്ല ഇൻഷുറൻസ്. അതായത് നമ്മുടെയൊക്കെ ഇൻഷുറൻസും കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. ഒരു വണ്ടി തട്ടോ എന്തെങ്കിലും സംഭവിച്ചുകൊണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും അത് ഏത് രാജ്യം, നമ്മുടെ രാജ്യത്താണെങ്കിലും വേറൊരു രാജ്യത്ത് പോയിട്ട് അങ്ങനത്തെ ഫ്രോഡ് പരിപാടി കാണിച്ചു കഴിഞ്ഞിട്ട് കുടുങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബം വിറ്റാൽ പോലും തിരിച്ചു പോരാൻ പോലും പറ്റില്ല. ചില ഈ സാധനം ഉണ്ടല്ലോ, ഇത് ഓവർ കഴിക്കുന്ന അത്ര നല്ലതല്ലാന്ന് ഇപ്പം 2-3 പേര് പറഞ്ഞു. എന്നാ സംഭവം എന്ന് ചോദിച്ചാൽ ഇത് ഫാറ്റാ, ഓയില്, വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ നിയമം വെച്ചാണ് ജീവിത അവസാനം വരെ പോയിട്ട് ജയിലിൽ കിടക്കേണ്ടി വരും ആരെങ്കിലും തട്ടി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആ പരിപാടിക്ക് ഞാൻ പറഞ്ഞിട്ട് ആരും പോയി അതിന് നിൽക്കരുത്. വണ്ടിയിലെത്തി എന്നെ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങൾ ഇത്ര ഉപയോഗിച്ചിരുന്ന ഞങ്ങളുടെ സംഭവം മാറ്റി കേട്ടോ. അപ്പോൾ ഇച്ചിരി സെറ്റപ്പ് ആക്കാൻ തീരുമാനിച്ചു. ഇല്ല ലിബി, വലിച്ചിട്ട് അവിടെ വലിച്ചിട്ട് നല്ല രസമായിരിക്കും, പഞ്ഞിക്കെട്ട് പോലെ ആയിരിക്കും. ആ നല്ല രസമായിരിക്കും ഇത് കിടക്കാൻ. ഇല്ലടാ, നിന്റെ വശം അങ്ങോട്ട് തള്ളിക്കേ, 20 ലാറി കേട്ടോ, 30x20 എത്രയാ? അവിടെ ഗ്യാപ്പ് കൂടില്ല. നോക്കിക്കടാ, ഇതിന്റെ കളറേ മാറിപ്പോയി ഇവിടുത്തെ. കുറച്ച് മേടിക്കണം. അങ്ങോട്ട് വെച്ചോ. ഇല്ല, 600 രൂപ. 600 രൂപയ്ക്ക് എവിടെയാ ബ്ലാങ്കറ്റ്സ് കിട്ടുക? ഇല്ല. ഇനി നീ അവിടെ 2 തലമുണ 2 പുതപ്പ് എടുത്തു. നാളെ പോയിട്ടേ ഇതേപോലത്തെ 2 പുതപ്പും കൂടെ മേടിക്കണം. ഫൈനലി ഞങ്ങൾ കിടക്കാനുള്ള തയ്യാറെടുപ്പിലാട്ടോ. പുറത്ത് ബമ്പം മഴയാണ്. എന്താ മഴ നോക്കി. രാത്രി കിടക്കുന്നതിന് മുമ്പേ കൂട്ടണം കേട്ടോ. അതൊന്നും നിങ്ങൾ ഇതുവരെ ഞങ്ങൾ കാണിച്ചു തന്നിട്ടില്ലല്ലോ. ഇതാ മാനുവൽ അത് ഓട്ടോമാറ്റിക്കലി പൂട്ടാൻ ഞെക്കിയിട്ട്, പക്ഷെ അത് നമ്മൾ ചെയ്യാറില്ല. സംഭവം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടോ, ഇതിൻ്റെ ഇവിടെ ഒരു സാധനം. സോറി, അയ്യോ എൻ്റെ കൈ. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓഫായി പോയിരുന്നു, വണ്ടി ജമ്പ് ചെയ്താക്കുക, എണ്ണ ഒഴിക്കണം. അതിൻ്റെ മുന്നായിട്ട് എന്നാൽ ഇതെടുത്ത് വെച്ചോ, ഫോൺ ബാഗ് എന്നാ എടുക്ക്. എടാ നീ എനിക്ക് ഇവിടുന്ന് പിടിച്ചു തരണം, എണ്ണ ഒഴിക്കണോ, എണ്ണ തുള്ളിയില്ല. ഐസ് ഈ ലൈറ്റ് ഓഫ് ആക്കണം, അത് കഴിഞ്ഞിട്ട് ഈ കർട്ടൻ വലിച്ചിടലാണ് അടുത്ത പരിപാടി കേട്ടോ. അങ്ങനെ കിടക്കാം. ഞാൻ എണ്ണ ഒഴിക്കട്ടെ, എണ്ണ തുള്ളിയില്ല കേട്ടോ ഇതിനകത്ത്. എണ്ണയില്ല, ഇന്നത്തെ കാളവർക്കായിരിക്കും, കാരണം പുറത്ത് നല്ല തണുപ്പാണ്. എണ്ണ ഒഴിച്ചോ. മതി പോരാ മതി. വിഷയമുണ്ട്. എന്നാ വിഷയം? ഡീസൽ മൊത്തം കയ്യിലായി. എൻ്റെ അമ്മച്ചി, നാളെ വണ്ടി മൊത്തം സെറ്റ് ചെയ്യണം. അതിലെ വേസ്റ്റ് മൊത്തം പറക്കണം. പണിയുണ്ട്. വണ്ടി ഒന്ന് നീറ്റ് ആൻഡ് സെറ്റപ്പ്. ഫുള്ള് മൊത്തം വൃത്തിയാണ്. കുറേ വേസ്റ്റ് കൊണ്ട് നമ്മളിപ്പം കളഞ്ഞു. ഇച്ചിരി കൂടെ കളയണം അല്ലേ? ഇച്ചിരി കൂടെ കളയണ്ടേ? കിടക്കാം. മൈക്ക് എല്ലാം റെഡിയല്ലേ? ഇതിങ്ങോട്ട് വലിച്ചിട്ടാൽ മതി കേട്ടോ. ഇതിന് താത്തണം, ഇത് അടയ്ക്കണം. എന്തിയ കുഴലെന്തിയേ? കുഴൽ ഇങ്ങോട്ട് കാണാൻ പോയായിരുന്നല്ലോ, ഇങ്ങോട്ട് കാണുണ്ടായിരുന്നല്ലോ. അവിടെ തന്നെ അതിൻ്റെ ഉള്ളിൽ ഇതല്ല, ഈ കുഴൽ മേളിലേക്ക് വെച്ചാൽ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ചൂട് ഉള്ളിലോട്ട് കിട്ടുള്ളൂ, അല്ല താഴോട്ടായിരിക്കും. തണുപ്പ് ഭയങ്കര തണുപ്പാട്ടോ. -14. -14. ഓക്കെ, ഈ ലൈറ്റ് ഓഫ് ആക്കട്ടെ. എന്നാടാ താക്കോൽ സെറ്റ് പറഞ്ഞ ഫ്രണ്ടിലല്ലേ എല്ലാം? ഒരാളും കൂടെ വരാനില്ലേ? കാണാനില്ല കേട്ടോ. ഇവിടെ തന്നെ ഇവിടെ ഉണ്ട്. അതവിടെ എടുത്തു വെച്ചോ. എൻ്റെ രാജകീയ പ്രവണി കിടക്കാൻ സുഖമുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നല്ല ബെഡേ കിടക്കുന്ന പോലെ നല്ല സെറ്റപ്പായിരിക്കും. ഇത് വെള്ളം കരുതുണ്ടോ, തണുപ്പ് കാരണം ഇത്ര നേരെ ഹീറ്റർ ഇട്ടില്ലായിരുന്നു കേട്ടോ. ഇതേ ഇത് നോക്കി നിങ്ങൾ, ഇത് കണ്ടോ, ഐസായിട്ടില്ലല്ലോ. ഫുള്ള് വെള്ളം കയറി. അതിനാ നല്ല ക്ലൈമറ്റ് വ്യത്യാസം ഉണ്ടോ? മഴയല്ലായിരുന്നു ഇത്ര നേരവും. മഞ്ഞാണ് ശരിക്കും ഈ മഴ. മഞ്ഞാണ് ശരിക്കും ഈ മഴ. അതെ, ഇത് ഇവിടെ റിമോട്ട് ഉണ്ട്, ഇതാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇപ്പം എത്രടാ അവിടെ ഇത് കാണിക്കുന്നു നോക്കണം. എത്രയാ? 1. 1ൻ്റെ ആവശ്യമുള്ളൂ. ഒന്നാമത് എണ്ണ എടുക്കൂല.
ഞങ്ങൾ എണ്ണ ഒന്നാകുമ്പോ എണ്ണ എടുക്കൂല അധികം. തലമുറ പുതപ്പെടുക്കുന്നില്ലല്ലോ, ഇറങ്ങി കിടക്കില്ല ഇവനെ. ഇവിടെ ഇന്ത്യൻസ് താമസിക്കുന്ന എല്ലാ സ്ഥലങ്ങളിലും പോലീസ് വരുന്നുണ്ട് കേട്ടോ, ചെക്കിങ്ങാ. പാസ്പോർട്ട് അതുപോലെ എന്തൊക്കെയോ സാധനങ്ങൾ മേടിച്ചുള്ള പരിപാടി. ഇത് ഫുൾ ഇന്ത്യൻസ് താമസിക്കുന്ന ഫുള്ളൊന്നല്ല, കുറച്ച് ഇന്ത്യൻസ് താമസിക്കുന്ന സ്ഥലമാണ്. എല്ലായിടത്തും നല്ല ചെക്കിങ് ആട്ടോ, നല്ല സുഖമാണ്. സത്യം കേട്ടോ, പാവി ചെല്ലുന്നോളം പാതാളം കേട്ടിട്ടില്ലേ? പാവി ചെല്ലുന്ന പാതാളം ഒന്ന്. നമ്മുടെ ഇങ്ങോട്ട് കയറി വന്നാൽ നമുക്ക് പ്രശ്നമൊന്നും, നമുക്ക് വിഷയമുണ്ട്, നമുക്ക് ലൈസൻസിന്റെ മാത്രമേ വിഷയമുള്ളൂ. അപ്പോൾ സാറിനോട് ചോദിക്കാം, സാറിന്റെ ലൈസൻസ് ഞങ്ങൾക്ക് ഓടിക്കാൻ. വേറെ കേസുണ്ട്, ഇവര് നമ്മളോട് സംസാരിക്കാൻ തയ്യാറല്ല. എന്തെങ്കിലും പ്രശ്നം വന്നേ ഇവിടെ നമുക്കും മിണ്ടണ്ട, പ്രശ്നം കഴിഞ്ഞല്ലോ. നോക്കൂ, ഫൈനലി വണ്ടി ഇതേ കിടക്കുന്നു. ഞങ്ങൾ വണ്ടി പൂട്ടിയല്ലോ നോക്കുകയാണ്. ഞങ്ങൾ പുറത്തോട്ട് പോകാട്ടോ. ലിബിൻ ചേട്ടൻ വന്നു. പോവാൻ ലിബിൻ ചേട്ടാ, പോവാം. ഭക്ഷണം കഴിക്കാം, ആദ്യം ഫുഡ് കഴിക്കണം. എന്നിട്ട് ഒരു രക്ഷയില്ല. ഞങ്ങള് ഗൈസ്, ഈ വീഡിയോ ഉണ്ടല്ലോ, ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് വിചാരിക്കും ഇതിന്റെ ബാക്കിയും ഇത് പിറ്റേ ദിവസം ഷൂട്ട് ചെയ്താട്ടോ. അതായത് ഇതിന്റെ കുറച്ച് മുമ്പേ വരെയുള്ള വീഡിയോ ഒരു ദിവസം ഷൂട്ട് ചെയ്തു, അതിന് ശേഷം ഷൂട്ട് ചെയ്തത്. കാരണം നമ്മളൊരു സ്റ്റെക്കാണല്ലോ, അപ്പോൾ ഇവിടെ പെട്ട് നിൽക്കുകയാണ്. ഓ വാടാ ലിബിനെ, കേരള അല്ല, ഒരു ഫീലിംഗ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. വണ്ടിക്കകത്ത് നല്ല തണുപ്പുണ്ട്. എടുത്തില്ലായിരുന്നു അല്ലേ? അത് അണ്ണന്റെ വണ്ടി ആട്ടോ കിടക്കുന്നത്. ഞങ്ങളുടെ വണ്ടിയുടെ കൂടെ തന്നെ കിടക്കുന്ന BM അണ്ണന്റെ ആട്ടോ. പോവാ, എന്തോരം ഉണ്ട് ഫുഡ് കിട്ടാൻ? ഗൈസ് നോക്കൂ, നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോകുന്നു. അതിനുശേഷം ഞങ്ങൾ മുടിയും താടിയൊക്കെ ഒന്ന് വെട്ടി ലെവലാക്കുന്നു. അതിനുശേഷം ചേട്ടന്റെ വീട്ടിലേക്ക് പോകുന്നു. വണ്ടി ഓക്കെ അല്ലേടാ? ആൾക്കാരുണ്ട്. ആണോ? ഗൈസ്, ഇതാണ് നമ്മുടെ പരിപാടി. അപ്പം ഈ കാണുന്ന തിരക്കിന്റെ ഉള്ളിൽ കൂടെ പോകാന്ന് പറയുന്നത് തന്നെ ഒരു വലിയ തന്ത്രപ്പാട് പിടിച്ച പരിപാടിയാണ്. ഇവിടെ ഈ കാർഡ് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പൈസ കൊടുക്കണ്ട. എത്രയോ മിനിറ്റിനേക്ക് പൈസ കൊടുക്കണ്ട അല്ലേ ഏട്ടാ? ഇവിടെ ക്യാമറ ഉണ്ട്, പേടിക്കണ്ട. ആണല്ലേ? ഗൈസ്, തണുത്ത് പറയുന്നു. അണ്ണാ ഇതല്ലേ ഇടാവോ? അണ്ണാ ഒരു മിനിറ്റ് പോകുന്ന വണ്ടി ഒന്ന് നോക്കണമെന്ന് പറയാം. प्रॉब्लम आ रही है आका पार्किंग है भी कैमरा शारी मादलोबा മാതിലോവാന്ന് വെച്ചാല് ഞാൻ വിചാരിച്ചു ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് പോകണം. ഇന്ന് ഭയങ്കര മഴ എന്ന് വെച്ചാ ഇതിന് AC അല്ലല്ല, ആ ഗ്ലാസ് അടയ്ക്കാത്തോണ്ട്. ഗൈസ് നോക്കൂ, ഇന്ന് നല്ല മഴയായിരുന്നു കേട്ടോ. തണുപ്പും റെഡി ആയിടാ ലിബി? ആരും തണുത്തെന്നറിയില്ല, കയ്യം കെട്ടി. അവിടെ എംബസിയുടെ അവിടെ 1 ഡിഗ്രി ആയിരുന്നു. അതൊരു മലയുടെ മുകളിലാണല്ലോ. വണ്ടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൊത്തം ഇങ്ങനെ തണുപ്പിടിച്ച് വരും. മരങ്ങളുണ്ട്. പക്ഷെ എനിക്ക് BM ഇഷ്ടപ്പെട്ടിതാട്ടോ. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതിന്ന് മാറാത്തത് എനിക്ക് മനസ്സിലായി. BM ഒരിക്കലും പറ്റില്ല കേട്ടോ. അതൊക്കെ 1, 2 അല്ലെ ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ഇവർക്ക് പറ്റിയ വണ്ടി. അതൊക്കെ അതെ, അങ്ങനത്തെ ഒക്കെ സെറ്റപ്പേ പറ്റുള്ളൂ. നമ്മളെ പോലെ നല്ല സ്പീഡിനകത്ത് പോയി അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നല്ല വണ്ടി. തന്നെ കൈ കാണിക്കുന്നത് നമ്മളോ? ഫൈനലി ഞാനിവിടെ ഈ കുന്ത്രാണ്ടം കുത്തിട്ടോ കേട്ടോ. എൻ്റെ അമ്മോ, ഇതൊന്നും ഇട്ടില്ല, ഇവിടെ ഭയങ്കര ഫൈൻ കേട്ടോ. ഇനിയിപ്പോ നമുക്ക് എന്തോരം ഉണ്ട് ഫുഡ് കഴിക്കാൻ? നമ്മളിപ്പോ ഈ പുഴയുടെ തീരത്തൂടെ പോകുന്നത്, അതുകൊണ്ട് നമുക്ക് വലിയ ട്രാഫിക് വരത്തില്ല. പക്ഷെ അവിടെയാണ് ഈ പറഞ്ഞ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി. അവിടെ ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ടെങ്കിൽ ഇവിടെ കുറെ പ്രൊട്ടസ്റ്റ് നടപ്പുണ്ട്. അത് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകാനൊന്നും ഞങ്ങളില്ല. കൈസ് വെറുതെ നമ്മൾ അനാവശ്യമായ പരിപാടിക്ക് പോകേണ്ട കാര്യം എനിക്കില്ല. ഇവിടെ പ്രൊട്ടക്ഷൻ കുറേ പ്രശ്നങ്ങൾ ഇവിടെ നടപ്പുണ്ട്. അപ്പം അതിന് നമ്മൾ പോകണ്ടല്ലോ. അപ്പൊ അത് മാറി വേണം നമുക്ക് യാത്ര ചെയ്യാൻ വേണ്ടി. അപ്പൊ രാത്രിയിലെ ടിബിലിസിയും പബ്ബുകളൊക്കെ കാണിച്ചു തരാം നിങ്ങളെ. ഉള്ളിൽ കയറത്തില്ല, കാരണം ഞങ്ങൾക്ക് അത് എതിരാണ്. ചേട്ടനെതിരാണോ? ആണോ? ആണോ? കള്ളു കുടിക്കത്തില്ലല്ലോ, അതുകൊണ്ട് നമ്മൾ കേറിട്ട് വെറുതെ കാര്യമില്ല. അവന്മാരുടെ വട്ട് കാണാന്നല്ല നമുക്ക് ലാസ്റ്റ് മെന്റലായി പോകും അല്ലേ? നൈറ്റ് ടിബിലിസ് നോക്കിയാൽ നിങ്ങള്, ഇത് നമ്മൾ അന്നൊക്കെ കണ്ട ചർച്ചാടാ. ഇത് നോക്കിയാ എന്ത് രസം നോക്കിയാ നൈറ്റ്. ഇഷ്ടംപോലെ ടൗൺ ടു ടൗൺ ബസ് ഉണ്ട്, 2 നില. അതിപ്പോ 2 നില മേള ഓപ്പൺ അല്ല. കാര്യം എന്താന്ന് വെച്ചാല് മഞ്ഞും മഴ പെയ്യുന്ന കാരണം ഇവിടെ. നീ അവിടുന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ പിന്നെ. വളരെ ഒച്ചത്തിലാണ് ഞാൻ ഇവിടെ. അതല്ലടാ, മൈക്കില്ലല്ലോ. ഈ ജീവാൻ ഇവിടെ കുറെ നാളായിട്ട് കിടക്കുന്ന ഒരു. അതിനകത്ത് ഞാൻ 1-2 സാധനം ഊരാൻ നോക്കി, ആലോചിച്ച് നോക്കിയത്. പക്ഷെ ക്യാമറ ഉള്ളതുകൊണ്ട് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ ഉണ്ടായിരുന്നു അതില്. അവിടെ ക്യാമറ ഉണ്ടോ? വണ്ടി ഞങ്ങൾ ഒരു സ്ഥലത്തോണ്ടൊന്ന് പാർക്ക് ചെയ്തു. നമുക്കിനി ഭക്ഷണം കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിൽ പോകണം കേട്ടോ.
जल्दी का आएगा നോക്കിയേ അപ്പാർട്ട്മെന്റിലൊക്കെ ആൾക്കാർ वो रशिया का बनाया का सामान है रशिया का बनाया ओल्ड है नहीं അല്ലേ പഴയതാ ഏതാ ഏട്ടായി എവിടുന്ന് അങ്ങോട്ടാ കയറണ്ടേ നമുക്ക് അവരുടെ അടുക്കള വഴി കയറാം. ആ പിന്നാമ്പുറമാണ് ഞങ്ങൾക്ക് താല്പര്യം. ഗൈസ് നോക്കൂ, ഫൈനലി നമുക്ക് ബിരിയാണി കിട്ടി. പൊറോട്ട കിട്ടി, ചിക്കൻ കറി കിട്ടിയാൽ അടിപൊളി ഫുഡ് കേട്ടോ. അതെ, അണ്ണൻ എന്നാ കഴിക്കണേ? പൊറോട്ട ചിക്കൻ. ആ, ഇതാണ് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത്, ഏറ്റവും ഇഷ്ടം. ഏറ്റവും ഇഷ്ടം. ആ ഗൈസ് നോക്കൂ, ഇദ്ദേഹത്തിന്റെയാണ് ഹോട്ടൽ. പേരെന്നാ? ഇക്ബാൽ. നാട്ടിലെവിടെയാ? പെരിന്തൽമണ്ണ. ഗൈസ് നോക്കൂ, ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടെ കയറണ്ടായിരുന്നു മുടി വെട്ടാൻ വേണ്ടി വന്നപ്പം. പക്ഷേ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറാൻ പറ്റില്ല, ഇവിടെ മുടി വെട്ടുകട തുറന്നില്ലായിരുന്നു. ഈ ഭക്ഷണം കഴിച്ചതിന് ശേഷം വേണം ഞങ്ങൾക്ക് ഇനിയിപ്പം മുടി വെട്ടാൻ വേണ്ടി കേട്ടോ. ചേട്ടൻ്റെ പേരെന്നാ? ജോയ്സൺ. നാട്ടിലെവിടെയാ? തൃശ്ശൂരുകാരനാണോ? ഗൈസ് നോക്കൂ, നിങ്ങൾ എത്ര വർഷം ഇവിടെ? 2 വർഷം. ആ ഗൈസ് നോക്കൂ, ചേട്ടൻ പറഞ്ഞ ഏറ്റവും കിടിലം ഭക്ഷണം കിട്ടുന്ന ഇവിടെയാണെന്ന് പറഞ്ഞ് ഞങ്ങളെ കൂട്ടിക്കൊണ്ട് വന്ന കേട്ടോ. ഇനി കഴിക്കട്ടെ. അതെ, കണ്ണൂർ എവിടെയാ? എന്റെ പേര് ജോയ്സൻ. ഞാൻ അവിടെ ഒരു 10 വർഷമായിട്ട് വർക്ക് ചെയ്യാണ്. ഞാൻ ആദ്യം വന്നൊരു ചിയാത്തൂറ മെയിൻ എന്ന് പറഞ്ഞ മൈനിങ് കമ്പനിയിലാണ് വർക്ക് ചെയ്തായിരുന്നത്. ഇപ്പൊ 2 വർഷമായിട്ട് ഞാൻ ടിബിലിസിയിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ടിബിലിസി സിറ്റിയാണ്. ഇവിടെയാണ് പ്രോപ്പറായിട്ട് ഇന്ത്യൻ സ്റ്റുഡൻസ് നല്ല രീതിക്ക് പഠിക്കാനും വിദ്യാഭ്യാസം ഉണ്ടാക്കാനും കൂടി വരുന്നത്. പാരന്റ്സ് വിശ്വസിച്ച് പറഞ്ഞയക്കുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ കുറച്ച് ഏജൻസികൾ കാണിക്കുന്ന ചെറിയ തെറ്റത്തരം കാരണം കൊണ്ട് കുറെ പിള്ളേര്, ചെറുപ്പക്കാര്, ചെക്കന്മാരും പെൺകുട്ടികളൊക്കെ വന്ന് പെട്ട് നിൽക്കുന്ന സ്ഥലമാണ്. ഇവിടെ ഇപ്പൊ ഇല്ലീഗലായിട്ട് നിൽക്കുന്ന എല്ലാവരെയും ഡീപ്പോർട്ടേഷൻ ചെയ്ത് പറഞ്ഞേക്കുന്ന ഈ ഒരു മാസം, കഴിഞ്ഞ മാസത്തിലും 2 ആഴ്ചയല്ലേ തുടങ്ങി? 1 മാസത്തോളായി. അതിന്റെ ഇടയ്ക്കാണ് നിങ്ങൾ വന്നത്. അപ്പൊ ഇതിലെല്ലാം കൂടി നോക്കുമ്പോ നമുക്ക് കുറെ ഏജൻസിക്കാർ ഇതില് പിള്ളേരെ കൺവിൻസിങ് ചെയ്ത് 4 ലക്ഷം, 3 ലക്ഷം, 7 ലക്ഷം, 9 ലക്ഷം ഒക്കെ മേടിച്ചിട്ട് പിള്ളേരെയും പെൺകുട്ടികളെയും കൊണ്ടുവന്ന് ഇവിടെ വിടുന്നുണ്ട്. അവർക്ക് പ്രോപ്പറായിട്ടൊരു ജോലിയോ പ്രോപ്പറായിട്ട് ഡോക്യുമെന്റ് സെറ്റിങ്ങോ ഒന്നും ചെയ്തു കൊടുക്കുന്നില്ല. DRC കാർഡ് എടുക്കാന്നും പറഞ്ഞ് ഇവരെ ലാൻഡ് ചെയ്യിപ്പിച്ച് കാശും മേടിച്ച് മുങ്ങുന്നതാണ് ഇവരുടെ ഏജൻസിക്കാർ. അവരിവിടെ വന്ന് പെട്ടിട്ട് ഇവർക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന കൂടി ജോലി എന്ന് പറഞ്ഞാൽ ഗ്ലോ വോൾട്ട്, യാൻഡെക്സ് എന്ന ഡെലിവറി ജോബുകളും ടാക്സി ഓടലും, പിന്നെ ഷെഫിന്റെ വർക്ക്, പിന്നെ ഇവിടെ കൂടി 2 സലൂണോ 3 സലൂണോ ഉള്ളൂ. അവിടേക്കാണ് ഇന്ത്യൻസിന് വർക്ക് കിട്ടുന്നത്. ഇത് പ്രോപ്പറായിട്ട് ചെയ്യാനായിട്ട് ഇവരുടെ ഡോക്യുമെന്റ് ഇല്ല. ഇവർക്ക് നിൽക്കാനായിട്ട് ലീഗലായിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. പോലീസ് പിടിച്ചപ്പോ നേരെ ഡീപ്പോർട്ടേഷൻ ചെയ്യാണ്. ഇതൊക്കെ കണ്ടിട്ട് ആരും ഒന്നും പ്രതികരിക്കുന്നില്ല. ഇവിടെ ഉള്ള ഏജൻസിക്കാരെല്ലാവരും കാശ് ഉണ്ടാക്കുക എങ്ങനെ മുങ്ങാന്നുള്ളത് മാത്രമാണ് നോക്കുന്നത്. നിങ്ങൾ ജോർജിയ വരുന്നവർ ആദ്യം ശ്രദ്ധിക്കേണ്ടത് എംബസി ആയിട്ട് ബന്ധപ്പെടാനോ അല്ലെ ജോർജിയയിൽ താമസിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ബന്ധപ്പെടാനോ കോണ്ടാക്ട് ചെയ്യാനോ നോക്കിയിട്ട് വേണം ജോർജിയക്ക് വരാൻ. വല്ലേ പെടും. ഇപ്പൊ നമ്മുടെ പരിചയത്തിൽ തന്നെ ഒരു 10-24 പിള്ളേരെ കൊണ്ടുവന്ന് ആൾക്കാരുണ്ട്. അതിലൊരു പെണ്ണിനെയും കൊണ്ടുവന്നിട്ടുണ്ട്. അയാൾ ഇവിടെ വന്ന എല്ലാവരെയും കാശ് മേടിച്ചു വെച്ചിട്ട് ലാസ്റ്റ് ഈ സീൻ വന്നപ്പോ അയാൾ നേരെ എയർപോർട്ടിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് നാട്ടിൽ പോയി. അയാൾ ചോദിച്ചപ്പോ പറഞ്ഞത് എന്നെയും പോലീസ് പിടിച്ചു എന്നാണ്. പക്ഷെ ആ പോലീസ് പിടിച്ചതിനും തെളിവില്ല. ഇയാൾക്ക് ടിക്കറ്റ് ആരും എടുത്തു കൊടുത്തതെന്ന് അറിയില്ല. ഈ വന്ന പിള്ളേരെല്ലാവരും ഇവിടെ പെട്ട് ഇയാൾ പോയതിന്റെ പിന്നാലെ 2 ദിവസം വെച്ചിട്ട് ഇവരെല്ലാവരും ടിക്കറ്റ് എടുത്ത് നാട്ടിൽ പോയി. ഇതെല്ലാം വന്നിട്ട് ചെറുപ്പക്കാർ പിള്ളേരാണ്, അവർക്ക് ഭാവിയുള്ള പിള്ളേരാണ്. ആ ഭാവിയുള്ള പിള്ളേരുടെ ഭാവി നശിപ്പിക്കലും നാട്ടിൽ കടവാക്കലുമാണ് ഈ ഏജൻസിക്കാർ മൊത്തം ചെയ്യുന്നത്. അത് കാരണം ഇവിടെയുള്ള ഇപ്പൊ നമ്മളെ പോലെ DRC കാർഡും കാര്യങ്ങളും പ്രോപ്പറായിട്ടൊരു ജോലിയുള്ള വ്യക്തികൾക്ക് ഇവിടെ ജോർജിയയിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ. ജോർജിയക്കാർ പോലും നമ്മളതിനെ വെറുക്കാണ്. ഒരു ഇന്ത്യൻസിനും വീട് കൊടുക്കുന്നില്ല. വീട് ക്ലീനിങ്, വീട്ടിലെ ഡാമേജസ്, വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ടുപോയി വിറ്റിട്ട് ഓടുക, ഇതൊക്കെ തന്നെ അവരൊന്ന് വൃത്തിക്കൊണ്ട് ചെയ്യുന്നതാണ് ഈ പിള്ളേരും. പക്ഷെ അത് നമ്മൾക്ക് എന്തോരം ഒരു പരിധി വരെ അല്ലേ തടയാൻ പറ്റുള്ളൂ. ഈ ഏജൻസിക്കാരുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം എടുക്കാനോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഏജൻസിക്കാർ ബന്ധപ്പെടുമ്പോൾ ജോർജിയയിലുള്ള ഒരു വ്യക്തിയായിട്ട് പ്രോപ്പറായിട്ട് ഡീറ്റെയിൽ അവർ TRC കാർഡും കാര്യങ്ങളുള്ള ഒരു വ്യക്തിനെ കോൺടാക്ട് ചെയ്ത് കാര്യങ്ങൾ ചോദിച്ചിട്ട് വരാൻ നോക്കുക. ഒരു 5-6 ലക്ഷം ഒക്കെ ചോദിക്കുന്നത് വെറുതെയാണ്. അത് കൊടുക്കുന്നത് നിങ്ങൾക്ക് നഷ്ടമാണ്. ഭാവിയിൽ നിങ്ങൾക്ക് ആ കടം വീട്ടാൻ പോലും ഇവിടുന്ന് ശമ്പളം കിട്ടൂല. പിന്നെ രണ്ടാമത്തെ പ്രശ്നം വരുന്നത് ഇവിടെ വരുന്ന പിള്ളേർ, ഇങ്ങനെ പെട്ടിക്കണ പിള്ളേരുടെ അടുത്തൊക്കെ 24-25 വയസ്സായ പിള്ളേരുടെ അടുത്ത് റെഫ്യൂജി സ്റ്റാറ്റസ് എടുത്തു തരാൻ ഈ ഏജൻസിക്കാർ പറയുന്നുണ്ട്. ഈ റെഫ്യൂജി സ്റ്റാറ്റസ് എന്താണെന്ന് പോലും ഈ പിള്ളേർക്ക് അറിയത്തില്ല. ഇത് കിട്ടി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പണിയെടുത്ത് കാശുണ്ടാക്കാന്നാണ് വിചാരം. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇവരുടെ ഭാവി തന്നെ ഇവിടെ ജോർജിയയിൽ മുടങ്ങിക്കെടുക്കാണ്. റെഫ്യൂജി എടുക്കണവരുടെ പാസ്പോർട്ട് ഉണ്ടാവില്ല, പുറത്ത് ട്രാവൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ അവരുടെ എഡ്യൂക്കേഷനും കാര്യങ്ങളും വെച്ച് പുറത്ത് പോയി നല്ലൊരു ജോബ് കിട്ടും, നല്ലൊരു സാലറിയിൽ പണിക്ക് കയറാൻ പറ്റും. പക്ഷെ ഇവിടെ വന്ന് റെഫ്യൂജി സ്റ്റാറ്റസ് എടുത്തു കഴിഞ്ഞാൽ ഈ 1000 ലാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുച്ഛമായ വരുമാനമാണ് കിട്ടുന്നത്. അതിന് ഇവിടെ പണിത് കഴിഞ്ഞാൽ വീട്ടു വാടക 32,000 ശരി പോട്ടെ, 40,000 രൂപ കിട്ടിയിരിക്കും. 1,500 ലാരിയൊക്കെ കിട്ടിയിരിക്കും. ഇത് കിട്ടി കഴിഞ്ഞാൽ ഇവിടുത്തെ വാടകയും ചെലവും കഴിഞ്ഞിട്ട് അവന് വീട്ടിലേക്ക് കാശ് അയച്ചു കൊടുക്കാനോ അവന്റെ ഭാര്യ കുട്ടികളോ ഇല്ല അമ്മയ്ക്ക് അസുഖം വന്നു ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായി നാട്ടിലേക്ക് പോകാൻ പോലും ആർക്കും പറ്റത്തില്ല. ഇത് എത്ര പറഞ്ഞു കൊടുക്കാൻ പറ്റും, പബ്ലിഷ് ചെയ്യാൻ പറ്റുന്നതെന്ന് നിങ്ങൾ നാട്ടിലെല്ലാവരുടെ അടുത്തും പബ്ലിഷ്. ജോർജിയ കയറി വരുന്നവർ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ആലോചിച്ചും പെറുക്കിയും
എല്ലാവരും അന്വേഷിച്ച് 2 പ്രാവശ്യം ആലോചിച്ച് അവർ കൊടുക്കുന്ന കാശ് പേയ്മെന്റിന് അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള ജോലിയോ അവരുടെ പ്രോപ്പർ ആയിട്ട് ഡോക്യുമെന്റ് സെറ്റിങ്ങോ TRC കാർഡ് എടുത്തു കൊടുക്കാനും പ്രോപ്പറായിട്ട് താമസിക്കാൻ ഒരു സ്ഥലം എടുത്തു കൊടുക്കാനുള്ള ഉറപ്പുണ്ടെങ്കിൽ മാത്രം കയറി വന്നാൽ മതി. അല്ലാതെ ഇവിടെ വന്ന് കുറെ ആൾക്കാർ കഷ്ടപ്പെടുന്നത് ഞാൻ 2-3 മാസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന. ഇപ്പൊ 2-3 മാസമായിട്ട് മാത്രമല്ല, ഇവരെന്നെ എയർപോർട്ടിലേക്ക് പോലും പോലീസ് സ്റ്റേഷൻ പോലീസുകാർ ഇവരെന്നെ ഡീപ്പോർട്ട് ചെയ്യുന്ന നേരത്ത് ഒരാൾ ഇവരെ സഹായിക്കുന്നില്ല. ഇവരെ പെട്ടിയും കിടക്കും പോലും എടുത്തു കൊടുക്കാൻ സമ്മതിക്കുന്നില്ല. TRC കാർഡിൽ ഞാൻ എന്നെ 3-4 പേരെ കൊണ്ടാക്കിയിട്ട് നല്ല വിഷമമുള്ള കാരണം കൊണ്ട് മാത്രം പറയാണ് ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്നാൽ ഏജൻസിക്കാരടക്കം ഇങ്ങനെ പെട്ടിക്കുന്ന ഒരാളെ സഹായിക്കാനെങ്കിലും മനസ്സ് കാണിക്കണം. അവരുടെ പ്രോപ്പറായിട്ടുള്ള അവരുടെ എന്ത് ഐറ്റംസ് ഉണ്ടെങ്കിലും ലഗേജ് ഉണ്ടെങ്കിലും അതൊന്ന് ഏജൻസിക്കാർ അവർ TRC കാർഡ് ഉണ്ടെങ്കിൽ അവരതൊന്ന് എത്തിച്ചു കൊടുക്കാൻ എയർപോർട്ടിലെങ്കിലും എത്തിച്ചു കൊടുക്കാനുള്ള മനസ്സ് കാണിക്കുന്നു. ഇവരെ കൊണ്ടുവന്ന് പറ്റിച്ച് ഇവർ കാശ് തിന്നു ഒക്കെ ശരിയാണ്. അവർക്ക് പോകുമ്പോൾ അവർക്ക് ഒരു 10 രൂപ കൊടുത്തിട്ട് അവരുടെ എയർപോർട്ടിൽ നിന്ന് നാട്ടിലേക്ക് എത്തുന്ന ചിലവെങ്കിലും നോക്കണ്ടേ. എന്തായാലും ഇവിടെ നിന്ന് നാട്ടിൽ എത്തുമ്പോൾ 1.5 ദിവസം 8 മണിക്കൂർ കൂടുതലാവുള്ളൂ. 8 മണിക്കൂറിനൊക്കെ കൂടുതലേ വേണം ഒരു ഫ്ലൈറ്റ് മാറി കയറണം. അപ്പൊ അവർക്കൊന്ന് ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ നാട്ടിൽ പോയി ഒരു ടാക്സി വിളിച്ച് സ്വന്തം വീട്ടിലേക്ക് പോകാനോ ലഗേജ് കൊണ്ടുകൊടുക്കാനോ ഒന്നിനും ഈ ഏജൻസിക്കാരെ പോലും കിട്ടുന്നില്ല. ഇവിടെ ഇറങ്ങി കഴിഞ്ഞോണ്ട് ഏജൻസിക്കാർ മുങ്ങാണ്. അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് മാത്രം ജോർജിയയിൽ വന്നാൽ മതി. നോക്കൂ, ഫൈനലി ഞങ്ങള് ലിബിൻ ചേട്ടന്റെ അപ്പാർട്ട്മെന്റിൽ എത്തി. ഞങ്ങൾ അടുത്ത ദിവസം കാണിച്ചു തരാം. ഇത് ബമ്പൻ സെറ്റപ്പ് അപ്പാർട്ട്മെന്റ് ആണ്. ഇതിന്റെ അകത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട നമ്മുടെ ചെറുക്കനുണ്ട്, വീടിന്റെ അകത്ത് വളർത്താനല്ലേ മേടിക്കണോട്ടെ. ഞങ്ങളിവിടെ വന്ന് ചായ കുടിച്ചു. പിന്നെ PS5 2 വെടി വെച്ചു. അപ്പൊ ചേട്ടനെ എനിക്ക് PS4 തരാന്ന് പറഞ്ഞു. അപ്പൊ 4 ഇപ്പൊ ഞാൻ കൊണ്ടുപോകും. എന്നിട്ടിപ്പോ നമ്മുടെ വണ്ടിയിലിട്ട് നമ്മളൊന്ന് പെരുമാറി നോക്കും. ഇത് അതിന്റെ HDMI സാധനമാണ്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടോ PS4 5 ഞാൻ കളിച്ചിട്ടുണ്ട്. പക്ഷെ എന്നാന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഈ സാധനം കൊണ്ട് പെരുമാറുന്നത്. അങ്ങോട്ട് പോകുമ്പോ ചില സമയത്ത് എംബസി കൊണ്ട് അവിടെ കൊണ്ടുപോകാം. മറ്റേ ഇതിന്റെ അകത്തൊരു പെൺപിള്ളേർ ഇരിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, അവരടുത്ത് അവളുമാരുടെ അടുത്തെത്തും. അത് ഭയങ്കര കമ്പനി. അത് ചിലപ്പോ ഇവിടെ എടുത്തിട്ട് പോകും. ഇതൊരു പിന്നെ അത്യാവശ്യം ഇതൊക്കെ ചേട്ടന്റെ ഷൂ കളക്ഷൻ ആണ് കേട്ടാ. ഷൂ കളക്ഷൻ ഗൈസ്. ഇവിടുത്തെ രീതികളൊക്കെ ഇങ്ങനെ കേട്ടോ. ഞാൻ അടുത്ത ദിവസം ഇത് സെറ്റപ്പ് ആയിട്ട് കാണിച്ചു തരാം. 5 വർഷം പ്രായമുണ്ട്. പോവാൻ ചേട്ടാ നമുക്ക്. നമ്മൾ ആ സാധനം എടുക്കുന്നു, പോകുന്നു. അതിന്റെ 2 ജോയിൻ സ്റ്റിക്ക് ഉണ്ട്. ഞങ്ങള് നമ്മുടെ മാക്കിൽ ഒന്ന് കണക്ട് ചെയ്ത് നോക്കട്ടെ കേട്ടോ, സെറ്റപ്പ് ആവോ ഇല്ലോ എന്നുള്ളത്. അതാ കേട്ടോ കിച്ചൺ. അവിടെ തന്നെ വാഷിംഗ് മെഷീൻ ഒക്കെ വരും അല്ലേ. ചേട്ടൻ്റെ കയ്യിൽ അത്യാവശ്യം കുറെ സ്റ്റിക്ക് ഉണ്ട്. അപ്പൊ ആ സ്റ്റിക്കും ചേട്ടൻ ഞങ്ങൾക്ക് തന്നു. ഇനി ഞങ്ങൾ വണ്ടിക്കകത്ത് ഇതായിരിക്കും ആനന്ദവേളയാക്കുക. എനിക്ക് ലിവിന് ഇതിന്റെ ഒരു ABCD അറിയത്തില്ല കേട്ടോ. എന്നാ പിടിച്ചോ. മറ്റേ ഇതിനെ പോലെ ഉണ്ടല്ലോ, 8 കാലിയുടെ കാല് പോലെ. ഇത് PS4 PlayStation 4. ഇത് അത്യാവശ്യം നല്ല സാധനം കേട്ടോ. ഈ PS4 എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതൊരു DVD-യുടെ അത്രേ ഉള്ളൂ. ഇതെന്ന് വെച്ചാൽ അങ്ങനെ അല്ല കേട്ടോ. ഇത് നമ്മുടെ വണ്ടി ക്യാരി ചെയ്യാൻ പാടാം. അത് നടപടിയാകുന്ന കേസല്ല. ഇതാകുമ്പം നമുക്ക് സുഖമായിട്ട് വണ്ടിയെ വെക്കാം, കാര്യം കഴിഞ്ഞ് എടുത്തും വെക്കാം, ലാപ്ടോപ്പിൽ കണക്റ്റും ചെയ്യാം അല്ലേ. അതെ ഗൈസ്, ഇനിയിപ്പോ PS4 ഉണ്ടല്ലോ. അത് ചേട്ടൻ എനിക്ക് തന്നു കേട്ടോ. പറ്റും. എന്നാ പിന്നെ നമുക്ക് പോയി ഒന്ന് പെരുമാറി നോക്കിയാലോ. തെറിക്കാം, പോവാടാ. ഇനി നേരെ വണ്ടിയിലെത്തിയിട്ട് കാണാം കേട്ടോ. ഫൈനലി ഞങ്ങൾ വണ്ടിയുടെ അടുത്തെത്തി കേട്ടോ. ചേട്ടൻ്റെ ഒരു വണ്ടി ഇവിടെയുണ്ട്, ചേട്ടൻ്റെ മറ്റൊരു BM ഇവിടെയുണ്ട്. നല്ല മഴയാണ് ഗൈസ്, നല്ല മഴ എന്ന് വെച്ചാൽ നല്ല മഴയാണ്. ഇനി സാധനങ്ങളൊക്കെ കയറ്റിട്ടോ വണ്ടിയിലേക്ക്. അതിൻ്റെ ഹീറ്റർ ഓൺ ആക്കണം, എന്നാലും അതിൻ്റെ ഇരിക്കാൻ പറ്റത്തുള്ളൂ. വണ്ടിയെ കയറി PlayStation ഓണായി. ഒരു തേങ്ങ ഇതിനെക്കുറിച്ച് എനിക്ക് അറിയത്തില്ല. പിന്നെ നമ്മൾ അന്ന് ലാപ്ടോപ്പ് മേടിച്ചപ്പം അന്ന് അയാൾ പറഞ്ഞ മോനെ ഈ കുത്തുന്ന സാധനം മേടിക്കും. അന്ന് HDMI എന്നാ തേങ്ങ എന്നാ ലിവ് എന്താ അയാളോട് പറയാ. ഇതിനിങ്ങനെ ഒരു കുത്തുന്ന സാധനമല്ലേ കൂടുതലുള്ളൂ. അതിനാണ് 1,70,000 രൂപ. ഇവിടെ 20,000 രൂപയ്ക്ക് ലാപ്ടോപ്പ് കിട്ടൂല്ലോ ഒന്ന്. അപ്പം ഇതിന്റെ HDMI ഏതാ? ഒരെണ്ണുള്ളല്ലേ ഔട്ട്? അത് ഓക്സാ? അതെ അതെ, ഇത് തന്നെ. പല സാധനങ്ങളും ഞാൻ മാറി കുത്തി അടിച്ചു പോയിട്ടുണ്ട്. എടാ ഇതെന്ന് പറഞ്ഞുണ്ടല്ലോ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഗെയിമിംഗ് സംവിധാനമാണ്. ഇതിനകത്ത് ഇവിടെ വന്നെന്ന് മനസ്സിലാവും. ഇതെവിടെ വന്നെന്ന് മനസ്സിലാവുക. കമ്പ്യൂട്ടറിൽ മറ്റേ ഇത് ഗെയിം സ്റ്റോർ അല്ലെങ്കിൽ HDMI കണക്ട് ആക്കി എന്തെങ്കിലും ആപ്ലിക്കേഷൻ ഉണ്ടോ നിങ്ങൾക്ക്? സോണി. ഇതല്ലേ ഇത് ഡിസ്ക്? ഇതാ ഞാൻ പറഞ്ഞ ഡിസ്ക്. ഇത് മറ്റേ നമ്മുടെ ഗെയിമിൽ ബ്ലൂറേ. അത്
ഫാർ ക്രൈ 5. അല്ലേട്ടാ സോണിയുടെ ലോഗോ ഇതല്ലല്ലോ. അല്ല ഇത് പ്ലേ സ്റ്റേഷൻ 4 എന്നാണ് നിന്റെ സോണിയുടെ ഇതിന്റെ പുറകെ ഇതല്ലേ മുമ്പിൽ ഫ്രണ്ടിലുണ്ട്. ഇത് സോണിക്ക് മാത്രമേ ഉള്ളൂ. ഇത് അന്ന് ഇറങ്ങി പന്ന പോലെ ഉണ്ട് കേട്ടോ. ഇത് ഞാൻ മേടിച്ചപ്പോ 1000 ആ സമയത്ത് 1600 ലാറികളുണ്ട്. ഇപ്പോഴും 600-700 ലാറി കിട്ടും സെക്കൻഡ് ഹാൻഡ് വിറ്റ് കഴിഞ്ഞാല്. ചേട്ടാ ഇത് സോണിക്ക് മാത്രമേ ഉള്ളൂ. അവന്മാർ കണ്ടുപിടിച്ച അതിന്റെ പറഞ്ഞ് വേറൊരു പേര് അത് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ വേറെ എക്സ്ബോക്സ് എന്ന് പറഞ്ഞ കമ്പനി ഉണ്ട്, അവർ ഇത്രയും വിജയിച്ചിട്ടില്ല. ക്ലാരിറ്റി വിൻഡോസിന്റെ അല്ലേ? അതായിട്ടുണ്ടല്ലോ നിങ്ങൾ കണ്ടിട്ടില്ല. അപ്പൊ മൊത്തം ടി വി തന്നെ വാങ്ങണം. പക്ഷെ വേറെ ഒരു മിനിറ്റ്